അപ്പൊ ഈ ത്രികോണ മത്സരം എന്നൊക്കെ പറയുന്നത് വെറുതെ ത്രികോണ മത്സരം ഇതാണ്, ഇവിടെയാണ് ത്രികോണ മത്സരം എന്ന് പറയുന്നത്. നിങ്ങൾ ഇതാണ് ഇവിടെയാണ് ത്രികോണ മത്സരം എന്ന് പറയുന്നത്. എന്ത് കാരണത്താല കുറെ കാശ് ഇറക്കി കുറെ പോസ്റ്റർ ഒട്ടിച്ച് കുറെ പരിപാടി നടത്തുന്നത് ത്രികോണ മത്സരമാകുമോ? അങ്ങനെ ത്രികോണ മത്സരം എന്ന് പറയുന്നത് 3 സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളുള്ള ത്രികോണ മത്സരം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പവർ വാങ്ങിച്ച് ജോസ് കെ മാണി തന്നെ അല്ല തന്നെ ജോസ് കെ മാണി തന്നെ ജയിക്കുള്ളൂ. കാരണം ഈ പ്രാവശ്യം എന്നാലും ജോസ് കെ മാണി ജയിക്കുള്ളൂ. കാരണം ഒന്നും ചെയ്തില്ല, നമ്മൾ എന്തെങ്കിലും തന്നാലേ നമുക്ക്. പാല എന്ന് പറഞ്ഞാല് പാലാർ തലവട്ടപ്പൻ എന്ന് പറയുന്നത് മാണിസാറാണ്. ആ മാണിസാറിന്റെ ബ്ലഡാണ് ജോസ് കെ മാണി അതിലൂടെ ഓടുന്നത്. മാണിസാറിന് പാലായോട്ട് എന്തുമാത്രം അറ്റാച്ച്മെന്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ പാലാലെ ഒരു കൊച്ചു കുഞ്ഞിനും അറിയാം. ഒരു കരൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണിക്ക് വളരെ ഏറെ സാധ്യതകളാണ് ഇവിടെ നിലനിൽക്കുന്നത്. LDFന്റെ തുടർ ഭരണം തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യം. അതിൽ കുറഞ്ഞതൊന്നും ആവശ്യമില്ല. ഞങ്ങളുടെ എല്ലാം വളരെ സ്വപ്നമാണ്, ആഗ്രഹവുമാണ്. തിരഞ്ഞെടുപ്പ് തന്നെയാണോ ചർച്ച? പിന്നെ തെരഞ്ഞെടുപ്പ് തന്നെയല്ലേ ചർച്ച. എന്താണ് പാലക്കാരുടെ ഒരു പാലക്കാരെന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി ഈ പ്രാവശ്യം ജയിക്കും, സംശയമില്ല. ഒരു സംശയമില്ല. അതെന്താ എത്ര ഉറപ്പ്? എന്താ ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തേക്കാളും വോട്ട് ഈ പ്രാവശ്യം കൂടും ഒന്ന്. പിന്നെ മാനസികാപ്പൻ എന്ന് പറയുന്ന ആൾ ഇതുവരെ 5 വർഷം നമ്മൾ ജയിച്ച വോട്ട് 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അത് ആറേക്കോട്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത വർഷത്തിന്റെ വരെ വോട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അത് എടുക്കുകയല്ല. എന്താ കൊടുക്കുന്നത്? എന്താ ചെയ്തോ 5 വർഷത്തിനുള്ളിൽ? എന്തെങ്കിലും ചെയ്തോ? പിന്നെ BJP എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട്, ഷോൺ ജോർജ് എന്ന് പറയുന്നത്, BC ജോർജിന്റെ. അവന്റെ അപ്പന്റെ വില പോലും ഈ പ്രാവശ്യം അവന് കിട്ടുകയല്ല. അവന്റെ അപ്പനുള്ള വില പോലും ഇവിടെ കിട്ടുകയല്ല. ഒന്ന് അവനെന്ന് പറയുന്നത് ചുമ്മാ ഒരു ഇതൊരു ഫോൺ പോയിട്ടുണ്ട് കേട്ടോ. ആരുടെയും ഉണ്ടെങ്കിൽ ഇവരെ സമീപിച്ചാൽ മതി. പിടിച്ചോ. പിന്നെ ഷോൺ ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നേക്കുന്നത്. യഥാർത്ഥ ക്രിസ്ത്യാനി BJP വോട്ട് ചെയ്യുവോ? അതായത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം 12,000 വോട്ടാണ് മാനസികാപ്പിന് BJPയുടെ വോട്ട് കിട്ടിയിരുന്നത്. ശരിയാണോ? 15,000 വോട്ടിന് ഭൂരിപക്ഷമാണ്. അതിന്റെ അകത്ത് 15,000 വോട്ടോ ഭൂരിപക്ഷം എന്ന് പറയുന്നത് BJPയുടെ വോട്ടല്ല, അല്ല കോൺഗ്രസിന്റെ വോട്ടും BJPയുടെ വോട്ടല്ല അങ്ങോട്ട് ചെന്നേക്കുന്നത്. കേരള കോൺഗ്രസിന്റെ വോട്ട് പോവുകയല്ല. അപ്പൊ ഈ ത്രികോണ മത്സരം എന്നൊക്കെ പറയുന്നത് ത്രികോണ മത്സരം ഇതാണ്, ഇവിടെയാണ് ത്രികോണ മത്സരം എന്ന് പറയുന്നത്. നിങ്ങൾ ഇതാണ് ഇവിടെയാണ് ത്രികോണ മത്സരം എന്ന് പറയുന്നത്. എന്ത് കാരണത്താല കുറെ കാശ് ഇറക്കി കുറെ പോസ്റ്റർ ഒട്ടിച്ച് കുറെ പരിപാടി നടത്തുന്നത് ത്രികോണ മത്സരമാകുമോ? അങ്ങനെ ത്രികോണ മത്സരം എന്ന് പറയുന്നത് 3 സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളുള്ള ത്രികോണ മത്സരം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പവർ വാങ്ങിച്ച് ജോസ് കെ മാണി തന്നെ അല്ല തന്നെ ജോസ് കെ മാണി തന്നെ ജയിക്കുള്ളൂ. കാരണം ഈ പ്രാവശ്യം എന്നാലും ജോസ് കെ മാണി ജയിക്കുള്ളൂ. കാരണം ഒന്നും ചെയ്തില്ല, നമ്മൾ എന്തെങ്കിലും തന്നാലേ നമുക്ക്. ഇവിടുത്തെ റോഡുകൾ ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു മോശം റോഡുകൾ നിങ്ങൾ ഈ പഞ്ചായത്തുകൾ കൂടെ ഒന്ന് കയറി നോക്കിയോ. മെയിൻ റോഡ് നോക്കണ്ട, നമ്മൾ പഞ്ചായത്തുകളോട് കയറി നോക്കിയോ. അല്ല ഇവിടുത്തെ കുറവെന്ന് പറഞ്ഞാൽ ഇപ്പൊ ചില കുടിമാർ ചോദിച്ചാൽ പറയും നമ്മുടെ നാട്ടിൽ ബ്യൂറോയില്ലെന്ന് ചിലപ്പോൾ പറയും. അതല്ലാതെ വേറെ കുറവുകൾ ഞാനൊന്നും ഇതിലൂടെ പറയാനില്ല. എന്നാ പറയാനുള്ള ഒരു കുറവുകൾ കരൂർ പഞ്ചായത്തിൽ. ഇപ്പൊ ഞങ്ങൾ കരൂർ പഞ്ചായത്തിലാണ്. കരൂർ പഞ്ചായത്തിൽ എന്താ കുറവുള്ളത്? അല്ല കരൂർ പഞ്ചായത്ത് നമ്മൾ നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. കരൂർ പഞ്ചായത്തിൽ എപ്പോഴും ജോസ് കെ മാണിക്കല്ലേ ലീഡുള്ളത്. കേരള കോൺഗ്രസിനാണ് ലീഡുള്ളത് ഇവിടെ. അവിടെ ചോദിക്കേണ്ട കാര്യമില്ല ലീഡ്. പിന്നെ ജോസ് കെ മാണി എന്ന് പറയുന്ന ആള് വ്യക്തി അറിയാമല്ലോ, 888 പരിപാടി അതെല്ലാം ചെയ്തേക്കുന്നില്ലേ. അവിടെ എന്റെ ആന്റി ഉൾപ്പെടെ അവിടെ ജോലിക്ക് നിൽപ്പുണ്ട്. അവിടുത്തെ ഓട്ടോക്കാർ കോട്ടം 1,500 രൂപ ഡെയിലി ഓടുന്നുണ്ട്. ഒരു ഓട്ടോക്കാരൻ 1,500 രൂപ ഡെയിലി ഓടുക എന്ന് പറയുമ്പോൾ അവന്റെ ജീവിത വരുമാനം എന്നായി? എത്ര പേർക്ക് അവിടെ തൊഴിൽ കിട്ടി? ആ പഠിക്കുന്നവർ വിദ്യാർത്ഥികളുടെ വീട്. ബാക്കിയുള്ളവരെ ആലോചിച്ച് നോക്കിയേ. ശരിയാണോ? തീർച്ചയായിട്ടും. അപ്പൊ ഈ സിറ്റിംഗ് MLA-യോടുള്ള പോരാട്ടം ഒന്നും ഇവിടെ ഒരു വില പോകില്ല എന്നുള്ളതാണ്. സിറ്റിംഗ് MLA നല്ലതേ. സിറ്റിംഗ് MLA എന്നാ ചെയ്തു ഇവിടെ? എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ? ചെയ്തെങ്കിൽ ശരിയാ. ചേട്ടാ, എന്താണ് ഇവിടുത്തെ അവസ്ഥ? എന്താണ് പാലക്കാട്? ജോസ് കെ മാണി ജയിക്കും, ഒരു സംശയമില്ല. വലിയൊരു തിരിച്ചുവരവായിരിക്കും. എന്താണ് പാലയുടെ ഒരു എനർജി ഇപ്പോ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്? പാലയുടെ എനർജി എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു എഞ്ചിനുള്ള ഇപ്പൊ ഡബിൾ എഞ്ചിന് പാലായിൽ. കാരണം ജോസ് കെ മാണി എന്ന് പറഞ്ഞൊരു വ്യക്തി പാലായി കൊണ്ടത് വികസനം, MP ആയിരുന്നിട്ട് പോലും പാലായി കൊണ്ടത് വികസനം, അത് പ്രത്യക്ഷത്തിൽ ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല നിലവിൽ. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഞങ്ങൾ എല്ലാവരും അറിയിച്ചോണ്ടിരിക്കുകയാണ്. അറിയിക്കുമ്പോൾ എല്ലാവരും നല്ല റെസ്പോൺസാണ്. ജോസ് കെ മാണി ഇത്ര ചെയ്തോ എന്നാണ് ഇപ്പോൾ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നത്. അപ്പം ഇവിടെ നമ്മുടെ ഇപ്പൊ 6 കൊല്ലം പറ്റ MLA എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ നിയമസഭയില് ഏറ്റവും കൂടുതൽ ആർത്തിട്ടുള്ളൊരു MLA ആണ് ഇപ്പം നിലവിലുള്ളത്. പാലായെ സംബന്ധിച്ചോളം പാലായിക്ക് ഇപ്പം ഒരു ആനുകൂല്യങ്ങളും ഒരു MLA എന്ന രീതിയിൽ ഒരു വികസനം കൊണ്ടുവരാത്ത ഒരു MLA ആണ് ഇപ്പൊ നമുക്ക് നിലവിലൂടെ ഉള്ളത്. അതായത് 140 MLA ഉള്ളതിൽ ഏറ്റവും മാർക്ക് കുറഞ്ഞൊരു MLA എന്നാണ് പറയാൻ പറ്റുള്ളൂ. ജോസ് കെ മാണി അത് MP ആയിരുന്ന പ്രോട്ടോകോൾ പ്രകാരം MP-ക്ക് ഒരു പരിധിയുണ്ട്. ആ പരിധി എല്ലാം വിട്ടാണ് ഇപ്പൊ പാല വികസനം കൊണ്ടുവന്നേക്കുന്നത് നിലവിൽ. അപ്പൊ ജോസ് കെ മാണി ഇപ്പൊ ഭൂരിപക്ഷം ഇവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയ കക്ഷികളും
നമുക്ക് സപ്പോർട്ടായിട്ട് ഇപ്പൊ ചെയ്യുന്നത്. ഞാൻ മത്സരിക്കുന്നുണ്ടെ പാലക്കാർക്ക് വേണ്ടി മാത്രമായിരിക്കും എന്നുള്ളൊരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തുന്നത്. അത്രമാത്രം ചേർത്ത് പിടിക്കാൻ വേണ്ടി ഇവിടുത്തെ ജനങ്ങളും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നുണ്ടോ? അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പാല എന്ന് പറഞ്ഞാൽ പാലാർ തലവട്ടപ്പൻ എന്ന് പറയുന്നത് മാണിസാറാണ്. ആ മാണിസാറിന്റെ ബ്ലഡാണ് ജോസ് കെ മാണി അതിലൂടെ ഓടുന്നത്. മാണിസാറിന് പാലായോട്ട് എന്തുമാത്രം അറ്റാച്ച്മെന്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ പാലായിലെ ഒരു കൊച്ചു കുഞ്ഞിനും അറിയാം. അപ്പം ആ ഇതേ ബ്ലഡാണ്. അപ്പൊ ജോസ് കെ മാണിയെ സംബന്ധിച്ചാൽ പാലാ വിട്ട ഒരു കേസ്, അതായത് സ്വന്തം അപ്പനോടുള്ള ഒരു കടമ, സ്നേഹം, സ്വന്തം അപ്പനോട് എന്തുമാത്രം സ്നേഹം ഉണ്ടോ ജോസ് കെ മാണിക്ക്, അതേ സ്നേഹം തന്നെയാണ് പാലായിലെ ഓരോ കുടുംബത്തോടും, ഓരോ പ്രവർത്തകരോടും, ഓരോ മനുഷ്യനോടും അതേ സ്നേഹമാണ്. അപ്പൊ ജോസ് കെ മാണിയെ സംബന്ധിച്ചാലും പാലാ വിട്ട ഒരു ദിവസം പുള്ളിക്കില്ല. പുള്ളിയുടെ വീട്ടിൽ നിന്ന് പുള്ളി ഇറങ്ങി പോകുന്നവരാണ് പാലാ എന്ന് പറയുമ്പോൾ. നമ്മുടെ ഈ സ്ഥാനാർത്ഥികൾ എങ്ങനെയുണ്ട്? മറ്റു മുന്നണികളിലെ സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയുണ്ട്. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ഏതൊക്കെ പാർട്ടിയിൽ പോയിട്ടുണ്ടെന്നുള്ള അധികാരോട് തന്നെ ചോദിക്കണം. വ്യക്തിഗതയല്ല, പക്ഷേ നിലപാട് എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്തൊരു രാഷ്ട്രീയക്കാരൻ. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ജോസ് കെ മാണിയുടെ അപ്പൻ എന്ന് പറഞ്ഞൊരു ടി.സി. ജോർജ് പ്രസ്താവന ഇറക്കിയായിരുന്നു. ഈ പ്രസ്താവനകളൊക്കെ യോജിക്കുന്ന ആൾ തന്നെയാണ് ഈ. പക്ഷേ ഷോൺ ജോർജ് വ്യക്തിപരമായിട്ട് നല്ലൊരു മനുഷ്യനാണ്, അറിവുള്ള മനുഷ്യനാണ്. മാനസികപ്പൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ പാലായിലെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റിംഗ് എം.എൽ.എ എന്ന് പറഞ്ഞ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ മണ്ഡലത്തിൽ വികസനം വന്നിട്ടില്ല. അപ്പൊ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, എന്റെ മണ്ഡലത്തിൽ മാത്രമല്ല വികസനം, അപ്പുറത്തെ മോഹൻജോർജിന്റെ മണ്ഡലത്തിലും വികസനം ഇല്ലാന്ന് പുള്ളി പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് പുള്ളിയെ തന്നെ പുള്ളിക്കാരൻ വിശ്വാസം ഇല്ലാത്തൊരു മനുഷ്യനാണ്. അപ്പൊ എം.എൽ.എ പറ്റി നമുക്ക് പുള്ളി തന്നെ പറയാൻ ഇപ്പൊ പ്രതീക്ഷ എൽ.ഡി.എഫിൽ തന്നെയാണ്. അതങ്ങനെ പ്രതീക്ഷ എൽ.ഡി.എഫിൽ തന്നെ. അത് നമുക്കല്ല ഇവിടെ 10 കാലത്തായ പ്രതീക്ഷ. തെരഞ്ഞെടുപ്പ് നല്ല ചൂടിലാണ്. അപ്പൊ ഈ ചൂടിന്റെ ഇടയിൽ പാലയുടെ ചൂട് കുറച്ച് കൂടുതലാണ്. പാലായിൽ ചൂട് കൂടുതലാണ്. 3 പ്രബല ആളുകളാണ് മത്സരത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥികളൊക്കെ ഒന്നിനൊന്ന് മെച്ചമാണ്. പക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ് നാടിന് കുറച്ചുകൂടി നല്ലത്. അതെന്താ അങ്ങനെ പറയാ? അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങള് നമുക്ക് തെളിയിക്കപ്പെടാവുന്ന കുറെ പ്രവർത്തനങ്ങളുണ്ട്. ഈ സയൻസ് സിറ്റി ആണേലും ട്രിപ്പിൾ ആണെങ്കിലും അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ ഹബ്ബ് എന്നുള്ള നിലയിലുള്ള ചില പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. ഈ സിറ്റിംഗ് എം.എൽ.എയോടാണല്ലോ പോരാട്ടം. സിറ്റിംഗ് എം.എൽ.എയോടാണ് പോരാട്ടം. അപ്പൊ ആ ഒരു മത്സരം എങ്ങനെയായിരിക്കും? സിറ്റിംഗ് എം.എൽ.എയോടുള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ സിറ്റിംഗ് എം.എൽ.എ ആദ്യത്തെ 2.5 വർഷക്കാലത്ത് സിറ്റിംഗ് എം.എൽ.എയുടെ പ്രവർത്തനങ്ങൾ എടുത്തു കാണിക്കപ്പെടാവുന്ന കുറെ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ തുടർ പ്രവർത്തനങ്ങൾ അദ്ദേഹം മുന്നണി മാറുകയും പക്ഷെ പിന്നെയുള്ളതെല്ലാം തന്നെ മറ്റൊരാളെ പഴിചാരുന്ന ഒരു രീതിയിലേക്കാണ് മാറിയത്. അപ്പൊ പാലക്കാർക്ക് എന്തെങ്കിലും കിട്ടിയിരുന്നോ? പാലക്കാർക്ക് കുറെ വാഗ്ദാനങ്ങൾ കിട്ടിയിരുന്നു, പക്ഷെ ഒന്നും പ്രാബല്യമായില്ല. അപ്പൊ അതൊക്കെ മാറ്റിമറിക്കാൻ ഇനി ആര് വരും? തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജോസ് കെ മാണി വിജയിച്ചാൽ തീർച്ചയായും നാടിന് ഗുണകരമാകുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടക്കും. ട്രിപ്പിൾ ആണെങ്കിൽ തന്നെ അത് വലവൂരെന്നുള്ള ഗ്രാമം ഇന്ന് ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ്. ഒരു ദേശീയ പ്രാധാന്യമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വരിക എന്ന് പറയുന്നത് നമുക്കതിന്റെ ഇത്തരം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നാൽ നാട്ടിൽ എത്രയേറെ മാറ്റം വരുമെന്ന് നേരിട്ട് അനുഭവപ്പെട്ടപ്പോഴാണ് നമുക്ക് ബോധ്യപ്പെട്ടത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കാണേലും ഇവിടെ ഏതാണ്ട് 25ഓളം കെട്ടിടങ്ങൾ വാടകയ്ക്കെടുത്ത് 850ഓളം കുട്ടികളും 100-150ഓളം അധ്യാപകരും പുറത്ത് താമസിക്കുന്നുണ്ട്. അത് തന്നെ ഒരു നാട്ടിൽ വരുന്ന മാറ്റം നമുക്ക് ചെറുതായി കാണാൻ പറ്റില്ല. ഇനിയും കോളേജ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം IT പാർക്ക് ഉണ്ടാവുമെന്ന് പറയുന്നു. ഇതൊക്കെ കൂടെ വന്നു കഴിഞ്ഞാൽ പാലായിലെ തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സ്ഥലമായി ഇപ്പം തന്നെ പാല അറിയപ്പെടുന്ന സ്ഥലമാണ്. കാരണം മാണി സാറിന്റെ പ്രവർത്തനം കൊണ്ട് വളരെ അറിയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു. ഇനിയും അതുണ്ടാവും എന്ന് വിശ്വസിക്കാം. ചേച്ചി, ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് അവസ്ഥകൾ എന്തൊക്കെയാണ്? അവസ്ഥ നല്ല അവസ്ഥയാണ്. ഒരു കരൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണിക്ക് വളരെ ഏറെ സാധ്യതകളാണ് ഇവിടെ നിലനിൽക്കുന്നത്. LDFന്റെ തുടർ ഭരണം തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യം. അതിൽ കുറഞ്ഞതൊന്നും ആവശ്യമില്ല. ഞങ്ങളുടെ എല്ലാം വളരെ സ്വപ്നമാണ്, ആഗ്രഹവുമാണ്. എന്താണ് ഈ ഒരു ഉറപ്പിന്റെ ഭാഗം? അതായത് LDF തന്നെ വരണം, ജോസ് കെ മാണി തന്നെ വരണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനം മാത്രം ഒന്ന് നോക്കിയാൽ മതിയല്ലോ. പിന്നെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന നേരത്തെ തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ടാവും. അത് മാത്രം മതി. പാലക്കാർക്ക് ഒപ്പം അദ്ദേഹം ഉണ്ടാവും എന്നുള്ളതാണ് ഉറപ്പ്. തീർച്ചയായിട്ടും. അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോ എന്താണ്? പിതാവ് വന്ന വഴിയിലൂടെ തന്നെയാണ് മകനും വരുന്നത്. പിതാവ് ചെയ്തിരിക്കുന്ന അതേ പാതയിലൂടെ തന്നെ വർക്കുകൾ ചെയ്യുന്നു. എല്ലാവർക്കും വളരെ താല്പര്യത്തോടു കൂടിയാണ് ജോസ് കെ മാണിയെ കാണുന്നത്, മാണി സാറിനെ കാണുന്നത്. ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഒരു തിരിച്ചുവരവുണ്ട്. ഇത്രയും നാളും കഴിഞ്ഞ ഒരു 5 വർഷക്കാലം വികസന മുരടിപ്പ് നമ്മുടെ ഒരു മാണി സി കാപ്പൻ എന്ന MLA നമുക്കിവിടെ ഉണ്ടായിരുന്നു. പാലായിലെ വികസന മുരടിപ്പ് നമ്മൾ കാണുകയുണ്ടായി. ആ വികസന മുരടിപ്പിൽ നിന്ന് ഒരു വികസന കുതിപ്പാണ്
നമ്മുടെ എല്ലാ ലക്ഷ്യം. അപ്പോൾ ആ കുതിപ്പിന് വേണ്ടിയിട്ട് എന്തുകൊണ്ടും നമ്മുടെ LDFന്റെ കരുത്തനായ സ്ഥാനാർത്ഥി ശ്രീ ജോസ് കെ മാണി ജയിച്ചു വരേണ്ടതുണ്ട്. 10 കൊല്ലം മുമ്പത്തെ കാര്യം ഓർപ്പിക്കല്ലേ? അത് ഓർക്കാനേ വയ്യേ. അത് ഓർക്കാൻ നമ്മൾ അത് ഓർക്കാൻ സഹിക്കത്തില്ല. ജോസ് കെ മാണി അത് ജയിക്കും. ജയിക്കും. പുള്ളി വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? പുരോഗതി ഉണ്ടാവും, എല്ലാവർക്കും പുരോഗതി ഉണ്ടാവും. അപ്പൊ ഇപ്പൊ പുരോഗതി പോയിട്ട് ഒന്നും തന്നെ സംഭവിക്കുന്നില്ലെന്നാണോ? സംഭവിക്കുന്നില്ലെന്നുള്ളതല്ല, പാലായിക്കൊന്നും കിട്ടുന്നില്ല. പാലായിക്ക് വല്ല ഗുണം കിട്ടണമെങ്കിൽ ഇയാൾ കാരണം. അപ്പൊ ഇത്തവണ ജോസ് കെ മാണി തന്നെ? തീർച്ചയായിട്ടും. മനുഷ്യർക്ക് വിവരം ഉണ്ടെങ്കിൽ ചെയ്യും. മനുഷ്യർക്ക് വിവരം ഉണ്ടെങ്കിൽ ചെയ്യും. പാലക്കാർക്ക് വിവരമുണ്ടോ? ഉണ്ടല്ലോ, ഉണ്ടാകണമല്ലോ. അപ്പൊ ഒരു തിരിച്ചുവരവുണ്ടെന്ന് ഉറപ്പിച്ചോ? ഉറപ്പാ.